എടോ അറ്റൻഡർ. എടോ 5-ാം ബെഡിൽ കിടന്ന രോഗി എവിടെ? ഡോക്ടർ ഒരു അബദ്ധം പറ്റി ഡോക്ടർ. എന്താ ഓക്സിജൻ കൊടുത്തില്ലേ? കൊടുത്തു ഡോക്ടർ, പക്ഷെ സിലിണ്ടർ മാറിപ്പോയി. ഓക്സിജൻ കൊടുക്കുന്ന ഹൈഡ്രജനാ കൊടുത്ത ഡോക്ടർ. രോഗി ഇപ്പൊ പറഞ്ഞു നടക്കല്ലേ. എന്റെ ഗുരുവായൂരപ്പാ, കൊണ്ടുവരാൻ ഹെലികോപ്റ്റർ പറഞ്ഞു ഡോക്ടർ. അയ്യോ, മേ ഐ കമ്മിങ് ഡോക്ടർ? അയക്കോ. ഡോക്ടർ, ഞാൻ എന്റെ ഭാര്യയുമായി സംസാരിച്ചുകൊണ്ട് നിന്നപ്പം അവള് ബോധം കെട്ട് വീണു. സാരമില്ല, താൻ ഈ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചാൽ മതി. അവള് ബോധം കെട്ട് വീണതിന് ഞാൻ എന്തിനാ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നത്? ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ബോധം കെട്ട് വീഴുവരാത്തുണ്ട്. ഡോക്ടർ, വരണം. എന്നെ മനസ്സിലായില്ലേ? ഓ, പിടികിട്ടി. ആരാ? ഞാൻ മാവേലി. ഓ, ഇപ്പൊ ശരിക്കും പിടികിട്ടി. മാവേന്ന് വേലിയെ വീണ ആളല്ലേ? അല്ല, കേരളത്തിന്റെ ഓണം ഞാൻ മഹാബലി ചക്രവർത്തി. ഇങ്ങനെ. ഓ, എന്താ അസുഖം മിഥുൻ ചക്രവർത്തി? മിഥുൻ ചക്രവർത്തി അല്ല, മഹാബലി ചക്രവർത്തി. ഓ, മാവേലി. അതെ, എന്റെ ചെവി കേൾക്കണില്ല. എന്ത്? കണ്ണ് കാണുന്നില്ലെന്ന്? അയ്യോ, എനിക്ക് അങ്ങനത്തെ അസുഖം ഞാൻ പറഞ്ഞിട്ടില്ല. അത് മാച്ചളഞ്ഞു. അതെ, സമുദ്രത്തിൽ വീണ് കഴിഞ്ഞ പിന്നെ എന്താന്നറിയില്ല, എന്റെ വയറിനൊരു വല്ലായ്മ. അത് ശരി. വയറ്റിന്ന് പോകുന്നുണ്ടോ? തിരുമേനിയോട് എല്ലാവരും ഇതേ ചോദിക്കുന്നത്, വയറ്റീത് പോട്ടോ. എന്താ വയറ്റിലേക്ക് വല്ലത് പോട്ടോ? ആരും ചോദിക്കുന്നില്ല. സാരമില്ല, ഈ മരുന്ന് കഴിച്ചാ മതി. എല്ലാ കൊല്ലം ഞാൻ ഇവിടെ വരുമ്പോ അസുഖങ്ങൾ വരികയാണെങ്കിൽ ഡോക്ടറെ വന്ന് കാണാറാ പതിവ്. ഡോക്ടർ എന്തെങ്കിലും മരുന്ന് എഴുതി തന്നാ അത് ഞാൻ വാങ്ങിക്കും. വേണം. ഡോക്ടർക്കും ജീവിക്കണമല്ലോ. ഡോക്ടർ പുറത്തേക്ക് എന്തെങ്കിലും മരുന്ന് എഴുതി തന്നാ അത് ഞാൻ മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങിക്കും. അവർക്കും ജീവിക്കണമല്ലോ. വേണം. അങ്ങനെ ഞാൻ എല്ലാ മരുന്നും വാങ്ങിച്ച് ഏതെങ്കിലും തെങ്ങിന്റെ കടക്കെ കൊണ്ടുപോയി മൂടും. അതെന്തിനാ? എനിക്കും ജീവിക്കണമല്ലോ. അയ്യോ, അല്ല ഡോക്ടറെ, എന്താ പുറത്തൊരു ബഹളം? ഞാനൊന്നും അറിഞ്ഞില്ലേ? ഇല്ല, ഞാനും ഒന്നും അറിഞ്ഞില്ല. അതുകൊണ്ട് പ്രായപൂർത്തിയായ സ്ത്രീകളോട് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ: പഴയ വസ്ത്രങ്ങൾ ഉരിഞ്ഞെറിയൂ, പുതിയത് ധരിക്കൂ. പല്ലു കൊഴിഞ്ഞൊരു വല്യമ്മ പള്ളിയിൽ പ്രാർത്ഥന കൂടുമ്പോൾ ചെത്തി നടക്കും പെൺപിള്ളേരുടെ വിപ്ലവഗാനം കേട്ടു. പല്ലു കൊഴിഞ്ഞൊരു വല്യമ്മ പള്ളിയിൽ പ്രാർത്ഥന കൂടുമ്പോൾ ചെത്തി നടക്കും പെൺപിള്ളേരുടെ വിപ്ലവഗാനം കേട്ടു. മാറ്റുവിൻ ഈ ചട്ടകളെ, മാറ്റുവിൻ ഈ ചട്ടകളെ, മാറ്റുവിൻ, മാറ്റുവിൻ, മാറ്റുവിൻ. എണ്ണ തേച്ചു പുരട്ടി മിനുക്കിയ മൂത്തു നരച്ചൊരു മുടിയല്ല, എണ്ണ തേച്ചു പുരട്ടി മിനുക്കിയ മൂത്തു നരച്ചൊരു മുടിയല്ല. എണ്ണ ചെയ്തു മുറിച്ചു പറത്തി കുണുങ്ങി നടക്കൂ വല്യമ്മേ, എണ്ണ ചെയ്തു മുറിച്ചു പറത്തി കുണുങ്ങി നടക്കൂ വല്യമ്മേ. പേസിൻ ചുളിവുകൾ ഫേഷൽ ചെയ്തു ഫാഷനിലാക്കൂ വല്യമ്മേ, പേസിൻ ചുളിവുകൾ ഫാഷൽ ചെയ്ത് ഫാഷനിലാക്കൂ വല്യമ്മേ. മുണ്ടുകൾ മാറ്റി ജീൻസു ധരിച്ചു കുലുക്കി നടക്കൂ വല്യമ്മേ, മുണ്ടുകൾ മാറ്റി ജീൻസ് ധരിച്ചു കുലുക്കി നടക്കൂ വല്യമ്മേ. മാറ്റുവിൻ ഈ ചട്ടകളെ, മാറ്റുവിൻ, മാറ്റുവിൻ, മാറ്റുവിൻ. നാലും കൂട്ടി മുറുക്കിച്ചു വന്നൊരു വിണ്ടു കീറിയ ചുണ്ടെല്ലാം, നാലും കൂട്ടി മുറുക്കിച്ചു വന്നൊരു വിണ്ടു കീറിയ ചുണ്ടെല്ലാം.
വലിച്ചു പിടിച്ചു എത്തിക്കിടുകൻ വല്യമ്മേ. വച്ച് വലിച്ചു പിടിച്ച് ലിപ്സ്റ്റിക് ഇടുവൻ വല്യമ്മേ. പ്ലക്ക് ചെയ്ത് പുരികക്കൊടികൾ പിഴുതെറിയൂ വല്യമ്മേ. പ്ലക്ക് ചെയ്ത് പുരികക്കൊടികൾ പിഴുതെറിയൂ വല്യമ്മേ. തൂങ്ങി വലിഞ്ഞൊരു ബോഡിയൊതുക്ക മിസ് വേൾഡാകാം വല്യമ്മേ. തൂങ്ങി വലിഞ്ഞൊരു ബോഡിയൊതുക്കാൻ മിസ് വേൾഡാകാം വല്യമ്മേ. മാറ്റുവിൻ ഈ തട്ടകളെ, മാറ്റുവിൻ മാറ്റുവിൻ മാറ്റുവിൻ. പല്ലു കൊഴിഞ്ഞൊരു വല്യമ്മ പള്ളിയിൽ പ്രാർത്ഥന കൂടുമ്പോൾ ചെത്തി നടക്കും പെൺപിള്ളേരുടെ വിപ്ലവഗാനം കേട്ടു. മാറ്റുവിൻ ഈ ചട്ടകളെ, മാറ്റുവിൻ ഈ ചട്ടകളെ, മാറ്റുവിൻ മാറ്റുവിൻ മാറ്റുവിൻ. മോളെ മോളെ കുടിതക്കേടു എന്താച്ചാ? ദേ ബുക്കും പുസ്തകം കൊടുത്തു, നീ വേഗം ഒന്ന് റെഡിയാവ്. മണി 8:45 കഴിഞ്ഞു. സ്കൂളിൽ പോണ്ടേ? അച്ഛനാ അടക്കട്ടെ. ആരടക്കാൻ പോണെന്ന്? ഞാൻ ബുക്കും പുസ്തകം അടക്കട്ടെ. ഞാൻ വിചാരിച്ചു അവളുടെ അമ്മേനെ അടക്കാൻ പോയിരിക്കുന്നു. നിങ്ങൾ അറിഞ്ഞോ അപ്പുറത്തെ വീട്ടിലെ അയാൾ എന്നെ നോക്കി എപ്പോഴും ചിരിക്കുകയാണെന്ന്? അയാള് അപ്പുറത്തെ വീട്ടിലെ കൊമ്പമീശക്കാരൻ. ഒട്ടും പേടിക്കണ്ട, നീ അയാളെ നോക്കിയൊന്ന് ചിരിച്ചാ മതി. പിന്നെ ജന്മത്തെ അയാൾ എന്റെ മുഖത്തേക്ക് നോക്കൂല. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ഒട്ടും സ്നേഹമില്ല. എന്താ ഐ ലവ് യു? ഇത്രയും നാളിനിടക്ക് ഒരു മധുരമുള്ള ഒരു വാക്കെങ്കിലും എന്നോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? എന്റെ പൊന്ന് രാക്ഷസാക്ഷി, താമരാക്ഷി, നിന്റെ അടുത്ത് ഞാൻ എങ്ങനെ മധുരമുള്ള വർത്താനം പറയും? നിനക്ക് ഷുഗറിന്റെ കംപ്ലൈന്റ് പിന്നെ മാത്രമല്ല, നിന്റെ നല്ല പ്രായത്തിൽ ഞാൻ എന്തുമാത്രം നല്ല വർത്താനം നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിരിക്കുന്നു. പിന്നെ പിന്നെ ലഡു, ജിലേബി, ഹൽവ, ഉലുവ, മൽവ. ആരാത്? ഓനത്തും മെൽബേന്ന് പാക്കറ്റ് പാലെടുത്ത് തെണ്ടിയാണെങ്കിൽ ഇറങ്ങി വാടാ. ആരാടാ പുറത്ത്? ഞാനാടാ പുറത്ത്, ആരാടാ അകത്ത്? ഞാനകത്ത്. എന്നാ ഇറങ്ങി വാടാ പുറത്ത്. ഇറങ്ങി പുറത്തേക്ക് വരാനോ? അവൻ അപ്പൊ ഇത് പുറമല്ലേ? ആകവും പുറം അതൊന്നും മനസ്സിലാവില്ലല്ലോ. ദൈവം നടുക്കൊരു വാതിലും കാണുന്നുണ്ട്. ആഹാ, ഇതെന്റെ വീടിന്റെ അകത്ത് തന്നെയാണ് നിൽക്കുന്നത്. മുകളിൽ മേൽക്കൂരയുണ്ട്. ഇതാ വന്നിരിക്കുന്നു. കോനത്തും ആരാ നീ മനസ്സിലായില്ലോ? ആരെന്ന് മനസ്സിലായല്ലേ? ആ? ഞാനാണ് കൊച്ചിൻ ഹൈദ്രോസ്. നാടാക്കാരനാണോ? കളി വേണ്ട, ദാ ഇത് കണ്ട, ഈ കത്തി കണ്ട. അപ്പൊ ബാർബറാണല്ലേ? അതല്ല, ഈ കത്തി എവിടെന്ന് അറിയാവാ? എവിടെന്നാ? ഇത് ഞാൻ മലപ്പുറത്ത് പെറുക്കിയതാണ്. ആ ശരി, അപ്പൊ പെറുക്കിയാണല്ലേ? സൂക്ഷിച്ച് സംസാരിക്കണം. ആരാലും കൊള്ളാം, എല്ലാത്തിനും കുത്തി മറത്തുകളയും. ഞാൻ അത്ര ഭയങ്കര അറിയാം. ഹലോ, എന്താ ഇവിടെ ബഹളം? ഏ? കൂലിത്തല്ലാണോ ഓണത്തല്ലാണോ? അല്ല, യൂണിയൻ അല്ല. അത് ശരി. അപ്പൊ താ ഗുണ്ടൻ കൂടെ തള്ളിക്കാൻ വന്നിരിക്കാണല്ലേ? ഏയ്, ഞാൻ ഗുണ്ടൊന്നുമല്ല, മഹാബലിയാ. അവസ്ഥ. എന്താ ഇവിടെ പ്രശ്നം? എന്താ പ്രശ്നം എന്നാ? ഏ. ഞങ്ങളത് കുറെ കാലമായി കാണുന്നു. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇവിടുത്തെ ചെറുക്കൻ ദിവസവും ഞങ്ങളുടെ മുമ്പിൽ കൂടെ ചുമട് എടുത്തോണ്ട് പോകുന്നത്. ഇത് ഞങ്ങൾക്ക് സഹിക്കില്ല. ഇയാള് പറഞ്ഞേല് വല്ല കാര്യമുണ്ട ഗ്രഹനാഥ? എന്റെ പേര് ഗ്രഹനാഥ എന്നല്ല, സോമനാഥ എന്നാണ്. കൂടുതൽ സംസാരിച്ച അനാഥനായി പോവും. എന്താ നിങ്ങളുടെ പ്രശ്നം? എന്താ പ്രശ്നം എന്നാ? 2 ചുമട്ടുകാരെടുക്കുന്ന ചുമടാണ് ഈ ചെറുക്കൻ ഒറ്റയ്ക്ക് എടുക്കുന്നത്. എന്ത്? അവന്റെ പാഠപുസ്തകം. ഏ? അത് ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂലി കിട്ടണം. എന്താ ഇയാൾക്ക് കൊടുത്തു വിട്. അത് കൊടുത്തു വരണോ? അതെ. ഇതാ 101 രൂപയുണ്ട്. 101. അതെ. ഞങ്ങളൊരു 500 പ്രതീക്ഷിച്ചത്. അയ്യോ, 500 ഇവിടെ ഇല്ല. ഞങ്ങള് സൺലൈറ്റും സർഫൊക്കെയാ ഉപയോഗിക്കാറുള്ളത്. അതെനിക്കിഷ്ടായി, എനിക്കിഷ്ടായി. എന്നാലും ഗ്രഹനാഥ, കുട്ടികളെ കൊണ്ട് ഇങ്ങനെ ചുമടെടുപ്പിന് കഷ്ടല്ലേ? വലിയ വാട്ടർ ബോട്ടിലും ബുക്ക് നിറച്ച് തടിച്ച ബാഗും പൊക്കിയെടുത്ത് പുറത്ത് തൂക്കി സ്കൂളിൽ പഠിക്കും കുരുന്നു ബാല്യം. ചുമട് താങ്ങിയാൽ എന്നും കഴുത നടക്കും പോലെ വിദ്യ പഠിച്ചു മിടുക്കനാകാൻ ഇവർ ദിനവും പെടുന്ന പാട്. എന്തിനാ ഈ വകയാതന, ഭാരമാ ഇവരുടെ സാധന. അറിയുമോ ഇവരീ പൈതലിൻ മനസ്സിലോ നിറയും വേദന. വലിയ വാട്ടർ ബോട്ടിലും ബുക്ക് നിറച്ച് തടിച്ച ബാഗും പൊക്കിയെടുത്ത് പുറത്ത് തൂക്കി സ്കൂളിൽ പഠിക്കും കുരുന്നു ബാല്യം.
നാളിതാ നീളുന്ന കൈകളിൽ എന്തിനു തിരയുന്ന കൈകളിൽ കരുതു നീ ഒരു പിടി കോഴകൾ നൽകി നീ ഒരു തൊഴിൽ വാങ്ങി വാ വലിയ വാട്ടർ ബോട്ടിലും ബുക്ക് നിറച്ചു തടിച്ച ബാഗും പൊക്കി എടുത്തു പുറത്തു തൂക്കി സ്കൂളിൽ പഠിക്കും കുരുന്നു ബാല്യം La 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 la. La 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 la. വിദ്യാഭ്യാസം ചിലരിൽ ഇന്നു നിലവില്ലാഭാസമാ. സ്കൂളിൻ രാഷ്ട്രീയങ്ങൾ ചിലർക്കെന്നും ഒരു ശാപമാ. നാടിൻ കടലു കടക്കാൻ ഇവർക്കെന്നും ഉത്സാഹമാ പോരിൻ നാട്ടിൽ ചെന്നാൽ അവർക്കേറ്റം ആശ്വാസമാ ഇന്നു നീ ചുമക്കുന്ന ബാഗുകൾ നാളെ നിൻ ചുമലിലെ ചുമടുകൾ. അറിയൂ നീ എൻ പ്രിയ സോദരേ ഈ രോദനം നാടിന്റെ ശാപമാവോ വലിയ വാട്ടർ ബോട്ടിലും ബുക്ക് നിറച്ചു തടിച്ച ബാഗും ബുക്കി എടുത്തു പുറത്തു തൂക്കി സ്കൂളിൽ പഠിക്കും കുരുന്നു ബാല്യം ചുമടു താങ്ങിയാൽ ഓ, കഴുത നടക്കുമ്പോൾ എന്നെ പഠിച്ചു മിടുക്കനാകാൻ ഇവർ ദിനവും പെടുന്ന പാട്. ലാ, 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 ലാ. ലാ, 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 ലാ. ഓരോ പരിപാടിക്ക് പോയിരുന്ന സമയം പോയത് അറിഞ്ഞില്ല. എന്തമ്മേ എവിടെ നോക്കിയാണ് നടക്കുന്നത്? എടോന്ന് വിളിക്കരുത്. ഞാൻ നിന്നെ തമ്പുരാന്ന് വിളിക്കാവടാ. അതെങ്ങനെ മനസ്സിലായി? ഞാൻ മഹാബലി തമ്പുരാനാ. മാവേലി ആ. മഹാബലി ആ. ഞാൻ ആരാണെന്ന് അറിയാവാ? ആ. പ്രശസ്ത സാഹിത്യകാരൻ ആ. പ്രൊഫസർ മുട്ടനാട്. അതുകൊണ്ടാണ് താനിങ്ങനെ മറ്റുള്ളവരെ മുട്ടിമുട്ടി നടക്കണേ. അല്ല, അതെന്റെ തൂലിക നാമമാണ്. മാത്രമല്ല ഞാൻ ഡബിൾ എമ്മയാണ്. ഓ ബാബയാടോ. നിങ്ങൾ മുട്ടിയപ്പോ താഴെ വീണത് എന്റെ സൃഷ്ടികളാണ്. അയ്യോ എവിടെ? ഈ ചെതറിക്കിടക്കുന്ന പേപ്പറുകളുണ്ട്. പേപ്പർ. ഇത് വെറും സാധാരണ പേപ്പറല്ല. ഇതിലെഴുതിയിരിക്കുന്ന ഓരോ വരികളും ആ. എന്റെ ആത്മാവിന്റെ തെങ്ങലുകളാണ്. എന്ത് തേങ്ങ ഉണ്ടെന്നാ? ആക്ഷേപിക്കരുത്. ആ, ആ, ആ. എന്റെ കൃതികൾ ഇറങ്ങി ഈ പേപ്പറാണ് ആ. ജനങ്ങളുടെ ഇടയിൽ നടുക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെ? ഈ പേപ്പർ കൊണ്ടാണ് പടക്കങ്ങൾ ഉണ്ടാക്കുന്നത്. പടക്കം പൊട്ടിയ ആര് നടങ്ങും? അതാണ് ഈ മുട്ടനാടൻ. അപ്പൊ പിന്നെ നമുക്ക് പിന്നെ കാണാം. വരട്ടെ, അതാണ് ഈ മുട്ടനാടൻ. എന്താ അതെ? ആ മുട്ടനാടനെ വണ്ടി കൊണ്ടുപോയി സാഹിത്യ ലോകത്തിനൊരു തീരാ ലാഭം. ഓഡിയൻസ്, ചിരിഗമ പരിപാടിയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. നാട് കാണാൻ വന്ന് നമ്മളെ പിടിച്ച് ഈ പരിപാടിയിൽ ഇരുത്തിയിട്ട് ഇയാളെന്തെങ്കിലും ചിരിക്കണേ? ഇവനെന്തോ ഭ്രാന്തുണ്ടോ? അതെ, ചിരിഗമ പരിപാടിയല്ലേ, അപ്പൊ ഇത്തിരി ഗമ ചിരിക്കാം. കൂടുതൽ ചിരിച്ച ചങ്ങലക്കിടും. അത് തന്നെ എനിക്ക് തിരിച്ചും പറയാനുള്ളത്. പരിപാടി തുടങ്ങാൻ ആരംഭിക്കുകയായി. തുടക്കം തന്നെ ആദ്യമായതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ തുടങ്ങാം. എന്താ? ഇതെല്ലാം ഒന്നാണല്ലോ. ഇതെല്ലാം ഒന്നായതുകൊണ്ട് നമുക്ക് ഒന്നിച്ചിരുന്ന് ഒന്നാമത്തെ ഗാനം ആലപിക്കാം. പാരടി എന്നാൽ അറിയൂ, അത് വെറും തോന്നണതെഴുതണ പണിയല്ല. അത് ബോറടി മാറ്റാൻ ഞങ്ങൾ രചിക്കും കോമഡി വരിയല്ലോ. പാരടി എന്നാൽ അറിയൂ, അത് വെറും തോന്നണതെഴുതണ പണിയല്ല. അത് ബോറടി മാറ്റാൻ ഞങ്ങൾ രചിക്കും കോമഡി വരിയല്ലോ. പാരടി എന്നാൽ
നമ്മൾ ഒരുമിച്ചിരുന്ന് പാടിയത് ഒരു പാരഡി ഗാനമാണ്. ഇനി ഓരോ സിറ്റുവേഷൻ ഞാൻ തരും, അതിന് ഓരോ പാരഡി ഉണ്ടാക്കണം. ആദ്യമായി ഇന്ത്യൻ റെയിൽവേ രാഗത്തിൽ ആരംഭിക്കാം. രാഗം റെയിൽ പാളം. ഭൂപാള രാഗം ഒന്ന് കേട്ടിട്ടുണ്ട്. ലെവൽ ക്രോസ് താളത്തിൽ ടീം സാ പാടൂ. ലെവല് കളയോ ഇയാള്? ഗേറ്റടച്ചു, റെയിൽവേ ഗേറ്റടച്ചു, ടെമ്പോ വാനിനുള്ളിൽ പാപ്പഞ്ചേട്ടൻ കണ്ണടച്ചു. ടെൻഷനായി വരും നേരം കാലനായി വന്ന ട്രെയിൻ കേരളയോ പാസഞ്ചറോ. ഗേറ്റടച്ചു, റെയിൽവേ ഗേറ്റടച്ചു, ടെമ്പോ വാനിനുള്ളിൽ പാപ്പൻ ബ്രദർ കണ്ണടച്ചു. പൂവർമാൻ. സൂപ്പർമാന്റെ അച്ഛനായിരിക്കും. അടുത്തത് പ്രാസ റൗണ്ട് ആണ്. ശ്രദ്ധിക്കുക. പ്രയാസത്തിലുണ്ട്, തോന്നിയാസ്ത്രയില്ല. ശ്രീനിവാസനാണാവോ? പഞ്ചായത്തിലുണ്ട്, മുനിസിപ്പാലിറ്റിയിലില്ല. ലാറ്ററിനായിരിക്കും. കമ്മ്യൂണിസത്തിലുണ്ട്, മാർക്സ് സിസ്റ്റത്തിലില്ല. എന്നെ കോൺഗ്രസ് ആയിരിക്കും. മനസ്സിലായില്ലേ? ആ. പായസം. പായസം പരിപ്പുകൊണ്ട് പപ്പടം ഉഴുന്നുകൊണ്ട് നുറുക്കരിയുടെ ചോറ് കൊണ്ടൊരു പൊന്നോണ സദ്യയുണ്ട്. പായസം പരിപ്പുകൊണ്ട് പപ്പടം ഉഴുന്നുകൊണ്ട്. ടീം ജിക്ക് 10 പോയിന്റ്. അവര് പോയിന്റ് നേടി ഇവനെന്തിനാ ചിരിക്കണേ? അടുത്തത് അംസ ധ്വനി രാഗം മുല്ലക്ക താളം. മുസ്ലിം പാട്ടാണാവോ? ഇതേത് കൃതി? വികൃതി ആയിരിക്കും. അതെ, അധികം വികൃതി കാണിച്ച മാവേലിയുടെ ആകൃതി തന്നെ ഞാൻ മാറ്റും. ഏത് ആകൃതിയിലേക്ക് മാറിയാലും നിന്റെ ആകൃതി ആവാണ്ടിരുന്നാ മതിയായിരുന്നു. ലൈസൻസ് പ്ലീസ്. ഏ? അടുത്ത സിറ്റുവേഷൻ പോലീസുമുണ്ട്, കേസുമുണ്ട്. ടീം മാ പറയൂ. പെൺവാണിഭം. നിങ്ങളോടല്ല ചോദിച്ചത്, ഞാൻ ടീം മായോടാ ചോദിച്ചത്. എന്റെ ആദ്യത്തെ അക്ഷരം മാന്ന മാവേലിയുടെ മാ. ഞാൻ പറയും, ഇല്ലെങ്കിൽ ഞാൻ ഈ പരിപാടി പൊളിക്കും. ഇതാകെ കുരിശായി എന്നാ തോന്നുന്നത്. എങ്കിൽ വേലിയില്ലാത്ത മാ പറയൂ. ഓടുന്ന വണ്ടിക്ക് കൈകാട്ടി നിർത്തുവാൻ പിസിക്ക് കാരണം വേണ്ട, പിസിക്ക് കാരണം വേണ്ട. മാസാവസാനത്തെ കാശിന്റെ കാര്യത്തിൽ പിസിക്കൊരാശ്വാസം കേസാ. നുമ്പട പിസിക്കൊരാശ്വാസം കേസാ. കേരള പിസിക്കൊരാശ്വാസം കേസാ. ലോക്കൽ പിസിക്കൊരാശ്വാസം കേസാ. ടീം മായ്ക്ക് 5 പോയിന്റ്. എന്താ അവിടെ ഒരു ബഹളം? അതെ, ആ. ഞാനൊന്ന് മുറുക്കിക്കോട്ടെ. അതെ, സ്റ്റുഡിയോയിൽ ആരും മുറുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ പറയരുത്, എനിക്കൊന്ന് മുറുക്കണം. എന്തു പറഞ്ഞാലും സ്റ്റുഡിയോയിൽ മുറുക്കാൻ പറ്റില്ലെന്നല്ലേ പറഞ്ഞത്? ഞാനിപ്പൊ മുറുക്കില്ലെങ്കിൽ എന്റെ മാനം പോവും. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ മുറുക്കാനും മാനവും തമ്മിൽ എന്താ ബന്ധം? എടോ, ആ. എന്റെ മുണ്ട് എഴിഞ്ഞെടുക്ക, അത് മുറുക്കി കൊടുത്തില്ലെങ്കിൽ എന്റെ മാനം പോവും. എന്നാ പെട്ടെന്ന് മുറുക്കിക്കോ, അല്ലെങ്കിൽ ഞങ്ങളുടെ മാനം പോവും. മുറുക്കിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് മുറുക്കാനെ കുറിച്ച് എനിക്ക് ഓർമ്മ വരുന്നത്. അടുത്തത് മുറുക്കാനെ പറ്റിയുള്ളൊരു ഗാനമാണ് മുറുക്കാൻ ഗാനം. മുറുക്കാനായി വെക്കന്തടായ ബല പോകുവല. മുറുക്കാൻ നേരം കിറങ്ങാൻ തടാ പുകല, ചിപ്പം പുകല. ഒരു പെട്ടി പാക്കട് വെട്ടി ചെറുതാക്കി നേർത്തട്. ഒരു ഡെപ്പി വാസന ഉണ്ണാമ്പ് തേച്ചട്. നാലണക്ക് സേലം വെച്ചിലേ പുകലേന്താ. മുറുക്കാനായി വെക്കം തടായ ബല പോവല. മുറുക്കാൻ നേരം കിറങ്ങാൻ തടാ പുകല, ചിപ്പം പുകല. പരിപാടി വേഗം തീർക്കണ്ടോ? പോയിട്ട് സദ്യ ഉണ്ടാണുള്ളതാ. സദ്യയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ പപ്പടത്തിന്റെ കാര്യം ഓർത്തത്. പപ്പടം സദ്യയിൽ ഒഴിച്ചു കൂട്ടാൻ പറ്റുന്ന ഒരു സാധനമാണല്ലോ. പപ്പടം ഒഴിച്ചു കൂട്ടണ സാധനമല്ല, അതിങ്ങനെ ചോറിന്റെ കൂടിയിട്ടിട്ട് ഇങ്ങനെ കൂട്ടി കഴിക്കുന്ന സാധന പപ്പടം. അതുകൊണ്ട് പപ്പടത്തെ കുറിച്ചൊരു ഗാനം, പപ്പട് സോങ്. പപ്പടങ്ങൾ പപ്പടങ്ങളെ നിങ്ങൾ പണ്ടാര സൃഷ്ടികളല്ലോ. നിങ്ങൾ ഈ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചയം ശൂന്യമീയോണം. പപ്പടങ്ങൾ പപ്പടങ്ങൾ
പണ്ടാര സൃഷ്ടികളല്ലോ. ഈ പരിപാടി ഇവിടെ നിർത്തില്ലെങ്കിൽ അടിപടി ഉണ്ടാവട്ടോ. അതെ, എന്താ നിങ്ങളുടെ ഉദ്ദേശം? പരിപാടിക്കിടയിൽ ഗുണ്ടായിസം റേക്കുള്ള പരിപാടിയാണോ? ചിരിക്കമ്മ, അത്തരത്തിലൊരു പരിപാടിയല്ല. അനീതി കണ്ട ഞാൻ എതിർക്കും. അതെ, സൂട്ട് സംസാരിക്കണം. ഇതുപോലുള്ള പല ഗുണ്ടകളെ പലയിടത്തും വെച്ച് പല രീതിയിൽ ഞാൻ പെരുമാറിയിട്ടുണ്ട്. ഞാൻ ആരാന്ന് തനിക്കറിയില്ല. റപ്പട്ടം. ഹേ? ഈ ഗുണ്ടകളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അടുത്തത് ഒരു ഗുണ്ട ഗാനമാണ്. ടീം ഗ ഒരു ഗുണ്ട ഗാനം പാടൂ. ഗോൾക്കുണ്ട മതിയുടെ ഗുണ്ടേ. പ്രവാഹമേ ഗുണ്ടാ പ്രവാഹമേ. അറിഞ്ഞില്ല, ഇവിടെ ഇത്രയും ഗുണ്ടകൾ കൂടി വെച്ചിട്ട് പോലും ഞാൻ അറിഞ്ഞില്ല. പാടൂ, ഇല്ലെങ്കിൽ ഓടൂ. നടുറോഡിൽ ഗുണ്ടാ പ്രവാഹമേ, വർഗീയമാടുന്ന കോലമേ, എൻ ദേഹരക്ഷയ്ക്കായി മാറി നിൽക്കും ഒരു കോൺസ്റ്റബിളാണു ഞാൻ, പാവം ഹെഡ് കോൺസ്റ്റബിളാണു ഞാൻ. നടുറോഡിൽ ഗുണ്ടാ പ്രവാഹമേ. ഇനി അവസാന റൗണ്ടിലേക്ക് കടക്കാം. തന്റെ അവസാനാണോ? എന്റെ അല്ല, പരിപാടിയുടെ കാര്യ പറഞ്ഞത്. എന്നങ്ങനെ പറയണം. ഒരു തരികിട ഗാനമാണ്. അത് കൊറേ നേരമല്ലേ കേട്ടോണ്ടിരിക്കണു. മായ മാളവ ഗൗളി രാഗത്തിൽ ആരംഭിക്കാം. ഗൗളിയോ? അപ്പൊ ജന്തുക്കൾക്കുള്ള പരിപാടിയാണോ? അതെ, തിരുവേരിക്കും പങ്കെടുക്കാം. ടീം പാപ്പാടു. കാതറേ കാതറേ നാസറിന്റെ ഫാദറേ, താടി വെച്ച കാഫറേ നാസറിന്റെ ഫാദറേ. നിങ്ങളുടെ കളറ് കണ്ടാലോ, മോന്തര ഷേപ്പ് കണ്ടാലോ, നെൽസൺ മണ്ടേല പണ്ടേ തെങ്ങേല. കാതറേ കാതറേ നാസറിന്റെ ഫാദറേ, താടി വെച്ച കാഫറേ നാസറിന്റെ ഫാദറേ. കളറ് കണ്ടാലോ, മോന്തര ഷേപ്പ് കണ്ടാലോ, നെൽസൺ മണ്ടേല ആളൊരു ഗുണ്ടേല. അല്ല, ചായക്കട തുറന്നു വെച്ചിട്ടൊരു ഈച്ച പോലും കേറണല്ലോ ഉള്ളേ. ആരാ വന്നെ? എന്നെ മനസ്സിലായില്ലേ? ആരാ ഉള്ളേ? മനസ്സിലായില്ലല്ലോ. ഞാൻ മാവേലി. ഓ, ഒരുപാട് മോന്ത ഇങ്ങനെ മിന്നായം പോലെ പോണല്ലേ മോനെ, ഓർമ്മ കാണൂല. അപ്പളേ മോനെ ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ? മൂക്കില് പഞ്ഞിയൊക്കെ വെക്കണ്ടേ? കാലിന്റെ പെരുവരലൊക്കെ കൂട്ടി കെട്ടണ്ടേ? എന്നാ പുള്ളേ ഞങ്ങൾക്കൊക്കെ ഒരാളെ ചോറ് തന്നെ ബലിക്കാക്കേനെ വരെ കൊതിപ്പിച്ച് നടക്കാല്ലേ? അല്ല ഇത്ത, ആ ഉഡ പൊരിക്കാത്ത ചാര വാരിട്ടിരിക്കുന്നത്. ചാരല്ലാതെ DDT ഉറുമ്പ് വരാതിരിക്കാൻ അത് വേണ്ടി. ശരി. ആ അലമാരിക്കത്തിരിക്കത്തില്ല, ഒരു സിഗരറ്റ് ഒക്കെ തരാമോ? ഈ സിഗരറ്റ് അല്ലടാർക്കാ, അത് പൊട്ടാണ് പൊട്ട്. എന്റെ ഇത്ത വാതിലടക്കണേ. ഇപ്പൊ കരണ്ട് പോകും മാവേലി. ഈ ചായ കുടിക്കണമാരെ ഇറങ്ങി ഓടാണ്ടിരിക്കാൻ വേണ്ടി വാതിലടിച്ച് വെച്ചേർന്നാ. അപ്പൊ അരമണിക്കൂറേ പവർ കട്ട് ഉള്ളൂ എന്ന് പറഞ്ഞിട്ട്? അരമണിക്കൂർ പവർ കട്ടുന്നല്ല, അരമണിക്കൂറേ പവർ കിട്ടുന്ന ഇപ്പോഴത്തെ സ്ഥിതി ഉള്ളേ. ആ പോയല്ലോ കരണ്ട്. കരണ്ട് പോയതക്കത്തിന് മാവേലി പോവേണ. ഡ്യൂപ്പേ, പഴയ കാലല്ലേ ഇത്. പട്ടണത്തിൽ ജീവിക്കുന്നവരൊക്കെ തിരക്കുള്ള ജീവിതത്തിൽ പെട്ടുപോയി. ആ ഓണം കേറാ മൂലാന്ന് പറഞ്ഞിരുന്ന ഈ സ്ഥലാടോ ഇപ്പൊ ഓണം കൊണ്ട് നിറഞ്ഞിരിക്കണേ. എനിക്ക് സന്തോഷായി, എന്റെ മനസ്സിൽ നിറഞ്ഞടോ. തിരുമേനി സെന്റിമെന്റിലായി. ഭൂപ്പാ ഭൂപ്പാ ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ. അച്ഛതാ അജിത് മാവേലി തമ്പുരാനാ. തിരിച്ചറിഞ്ഞല്ലോ, സന്തോഷമുണ്ട്. അച്ഛ വല്ലപ്പോഴൊക്കെ ഇങ്ങോട്ട് വരാൻ പാടില്ലേ? എങ്ങനെയുണ്ട് ഇവിടുത്തെ ഓണം? ഇത് ഓണം വലിയ കുഴപ്പമൊന്നുമില്ല. പിള്ളേരൊക്കെ ഓടിക്കളിച്ച് നടക്കണില്ലേ? എന്ത് ഉത്സാഹം ഉണ്ടറിയാമോ ഞങ്ങൾക്ക് ഇവിടെ. പോട്ടൊക്കെ എടുക്കാനാ. എടാ പാട പോട്ടോ എടുക്കാനാ. മാവേലിന്റെ കൂടെ പോട്ടോ എടുക്കാനാ. പാടാ മൂപ്പ, എനിക്ക് വേണ്ടി നിങ്ങളുടെ വക ഒരു ഓണപ്പാട്ട് പാടുവോ? ഓണപ്പാട്ടൊക്കെ പാടുന്നതിന് കുഴപ്പമൊന്നുമില്ല. കിട്ടാ ഷർട്ട് ഇട്ടേ. അതെന്തിനാ ഷർട്ട് ഇടുന്നേ? ഷർട്ട് തമ്മിലെ കാര്യവും വേണ്ടേ? വർഷത്തിലൊരിക്കലേ അപ്പൊ ഷർട്ടൊക്കെ ഇടുള്ളു. എന്നെ വേഗം ഷർട്ടിടെ. പാട്ട് കേൾക്കാൻ എനിക്ക് ഭയങ്കര ധൃതിയായി, സന്തോഷായി. അതുകൊണ്ടാ.
മരം കൊലുങ്കണ് ഇടുന്ന മുട്ടയ്ക്ക് നടയിരിക്കടി അരമന കുയിലേ അരിയിടിക്കുമ്പോ പൊര കുലുങ്കണ് വിറ കൊടിക്കുമ്പോ മരം കൊലുങ്കണ് ഇടുന്ന മുട്ടയ്ക്ക് നടയിരിക്കടി അരമന കുയിലേ തെരയടിക്കുമ്പോ കരവിറക്കുമ്പോ തെര ചിരിക്കണ് തെര പിടിക്കുവാൻ വല വിരിക്കണ് മറിക്കൻ മച്ചാനും തെരയടിക്കുമ്പോ കരവിറക്കുമ്പോ തെര ചിരിക്കണ് തെര പിടിക്കുവാൻ വല വിരിക്കണ് മറിക്കൻ മച്ചാനും അരിയിടിക്കുമ്പോ പൊര കൊലുങ്കണ് വിറ കൊടിക്കുമ്പോ മരം കൊലുങ്കണ് ഇടുന്ന മുട്ടയ്ക്ക് നടയിരിക്കടി അരമന കുയിലേ കരിക്കും വെള്ളത്തിന് എരിവ് കൂടണ് അരപ്പിരിയുള്ള അരയൻ ചക്കന് നരതൻ പെണ്ണാളെ മുറിക്കൻ മുള്ളിന് കുളിര് കോരണ് കരിക്കും വെള്ളത്തിന് എരിവ് കൂടണ് അരപ്പിരിയുള്ള അരയൻ ചക്കന് നരതൻ പെണ്ണാളെ തട്ടലും മുട്ടലും മാനത്തേക്കുമ്പം തട്ടിൻ പുറത്തൊരു കട്ടൂറും പിമ്പെണ്ണ് കെട്ടി പിടിക്കണ് മുത്തം കൊടുക്കണ് മിടുക്കി കണ്ണാളെ തട്ടലും മുട്ടലും മാനത്തേക്കുമ്പം തട്ടിൻ പുറത്തൊരു കട്ടൂറും പിമ്പെണ്ണ് കെട്ടി പിടിക്കണ് മുത്തം കൊടുക്കണ് മിടുക്കി കണ്ണാളെ അരയിടിക്കുമ്പം പൊറ കൊലുങ്കണ് വിറ കൊടിക്കുമ്പം മരം കൊലുങ്കണ് ഇടുന്ന മുട്ടയ്ക്ക് നടയിരിക്കടി അരമന കുയിലേ ൊരെട്ടുകാലിച്ചേട്ടൻ കെട്ടം വഴിക്കണ കെട്ടി മറിയുമ്പോ ചെണ്ടയടിക്കണ് താളം പിടിക്കണ് എട്ടുകാലിച്ചേടത്തി കെട്ടുവേണഞ്ഞിട്ടൊരെട്ടുകാലിച്ചേട്ടൻ കെട്ടം വഴിക്കണ കെട്ടി മറിയുമ്പോ ചെണ്ടയടിക്കണ് താളം പിടിക്കണ് എട്ടുകാലിച്ചേടത്തി കണ്ണെറിയുന്നൊരു കണ്ണൂരുകാരന് കിണ്ണം വച്ചിന്നൊരു തള്ളു കൊടുത്തിട്ട് നിന്ന് തിരിഞ്ഞിട്ട പെണ്ണ് ചിരിക്കണതെന്തിന് ചങ്ങാതി കണ്ണെറിയുന്നൊരു കണ്ണൂരുകാരന് കിണ്ണം വച്ചിന്നൊരു തള്ളു കൊടുത്തിട്ട് നിന്ന് തിരിഞ്ഞിട്ട പെണ്ണ് ചിരിക്കണതെന്തിന് ചങ്ങാതി അരിയിടിക്കുമ്പോ പൊര കുലുങ്കണ് വിറ കൊടിക്കുമ്പോ മരം കുലുങ്കണ് ഇടുന്ന മുട്ടയ്ക്കും നടയിരിക്കടി അരമന കുയിലേ തെരയടിക്കുമ്പോ കരവിറക്കുമ്പോ തെര ചിരിക്കണ് തെര പിടിക്കുവാൻ വല വിരിക്കണ്